മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി ജി ആർ അനിലും പത്രിക നൽകുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും. ഷഹദ്, ഇപ്പോൾ എ കെ ശശീന്ദ്രൻ പത്രിക നൽകുകയാണ്. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കുറേ നാൾ അതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്തും ചർച്ചകൾ, മുന്നണിയിലും ചർച്ചകളായിരുന്നു. ഒടുവിൽ ശശീന്ദ്രൻ പത്രിക നൽകിയാണ്. ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ? തീർച്ചയായും സ്മൃതി, അല്പസമയം മുൻപാണ് എ കെ ശശീന്ദ്രൻ കാൽനടയായി പ്രകടനമായിട്ട് കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പത്രിക സമർപ്പിക്കുകയാണ്. ജില്ലാ ഭരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം നമുക്കറിയാം, സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പലതരത്തിൽ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതെല്ലാം തന്നെ പരിഹരിച്ചു. ഇപ്പോൾ ഈ പത്രിക സമർപ്പിക്കുകയാണ്. പി സി ചാക്കോ, അതുപോലെ തന്നെ മുക്കം മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ ഈ ശശീന്ദ്രനൊപ്പം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്കറിയാം, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് പി സി ചാക്കോ ഈ പ്രചാരണത്തിനോ അല്ലെങ്കിൽ ഈ പരിപാടിക്കോ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊന്നും അധികം സജീവമായിരുന്നില്ല. എന്നാൽ ഇന്നലെ പി സി ചാക്കോ ജില്ലയിലെത്തുകയും പിന്നീട് ഇരുവരുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മുക്കം മുഹമ്മദ് എ കെ ശശീന്ദ്രനുമായിട്ട് അടുക്കുകയും പിന്നീട് ഈ പ്രചാരണ രംഗത്ത് സജീവമാകാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ചർച്ച അത് ഫലം കാണുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇതാ എ കെ ശശീന്ദ്രൻ പത്രിക സമർപ്പിക്കാനായി എത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം മുക്കം മുഹമ്മദും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം ഈ പ്രചാരണ രംഗത്ത് തന്നെ സജീവമായിട്ടുണ്ടാകും എന്നും ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. അബു ജോസഫ് ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നു. പി ജെ ജോസഫിന്റെ മകൻ. തൊടുപുഴയിൽ ഏറെ കാലത്തിന് ശേഷം ഒരു തലമുറ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പി ജോസഫിന്റെ മകൻ പത്രിക നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം പി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുമുണ്ട്. അതിനൊന്നും ഇപ്പൊ പ്രസക്തിയില്ല. ഇപ്പൊ നിലവിലെ UDF കോൺഗ്രസിന് 140 സീറ്റുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 140 സീറ്റുകളുണ്ട്. മുസ്ലിം ലീഗിന് 140 സീറ്റുകളുണ്ട്. RSPക്കും TMPക്കും KDPക്കും എല്ലാം ടീം UDF 140 സീറ്റുകളിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഉജ്ജ്വലമായ വിജയമായി UDF അധികാരത്തിൽ തിരിച്ചു വരും. തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ഈ ജില്ലയിൽ ഉടനീളം ഉണ്ടാവും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ TK ഗോവിന്ദൻ പത്രിക നൽകുന്നതാണ്. തളിപ്പറമ്പിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി. CPM-ലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം പത്രിക നൽകുകയാണ്. UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരത്തിനിറങ്ങുന്നത്. MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രതികരിച്ച TK ഗോവിന്ദൻ ഇതാ UDF പിന്തുണയുള്ള സ്വതന്ത്രനായി പത്രിക സമർപ്പിക്കുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ TK ഗോവിന്ദൻ പത്രിക നൽകിയാണ്. TK ഗോവിന്ദനെതിരെ CPM അതിശക്തമായ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുകയുണ്ടായി. ഇപ്പോൾ TK ഗോവിന്ദൻ പത്രിക നൽകുന്നു. ആരൊക്കെയാണ് അദ്ദേഹത്തിനൊപ്പം പത്രിക നൽകാൻ കൂടെ എത്തിയിട്ടുള്ളത്? UDF നേതാക്കളുണ്ടോ? സ്മൃതി, തീർച്ചയായിട്ടും UDF നേതാക്കളോടൊപ്പം എത്തിയാണ് ഇപ്പോൾ TK ഗോവിന്ദൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. UDF-ന്റെ ജില്ലാ ചെയർമാൻ PT മാത്യു ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വലിയ പ്രകടനമായി, വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഈ താലൂക്ക് ഓഫീസിലേക്ക് UDF പ്രവർത്തകർ എത്തിച്ചത്. അത്തരത്തിൽ ഒരു UDF പ്രവർത്തകർ ഏറ്റെടുത്ത രീതിയിൽ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു. അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ
സ്വീകരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം UDF-ന്റെ പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളികളുമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. എന്നാൽ CPIM-ൽ നിന്നുമുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുമായി CPM-മായി അനുഭാവം പ്രകടിപ്പിക്കുന്ന ആരും തന്നെ അദ്ദേഹത്തോടൊപ്പം നിലവിലില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് CPIM-ൽ നിന്നും പരസ്യമായി ആരും തന്നോടൊപ്പം എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും വലിയ പിന്തുണ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തനിക്ക് ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് TK ഗോവിന്ദൻ പ്രകടിപ്പിക്കുന്നത്. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അർജുൻ, അതോടൊപ്പം തന്നെ ഇന്ന് V കുഞ്ഞികൃഷ്ണനും പത്രിക നൽകുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF-ന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല, അങ്ങനെ പോയാൽ തനിക്ക് CPM വോട്ട് നഷ്ടപ്പെടുമെന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം കമ്മിറ്റികളിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തതാണ് കണ്ടത്. തീർച്ചയായിട്ടും സ്മൃതി, കണ്ണൂരിൽ 2 പ്രധാന നേതാക്കളാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയത്. പിന്നീട് അവർ രണ്ടുപേരും UDF-ന്റെ അല്ലെങ്കിൽ UDF-മായി അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കടക്കുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ആദ്യഘട്ടത്തിൽ UDF-ന്റെ പൊതുവേദികളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെയാണ് അദ്ദേഹം UDF-ന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും അത്തരത്തിൽ UDF-ന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അത് പയ്യന്നൂരിൽ വലിയ രീതിയിൽ ഒരു അസ്വാരസ്യത്തിന് കാരണമായിരുന്നു. കാരണം UDF പിന്തുണ നൽകാൻ പ്രകടനമായി വരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം.